ഗുഡ് ഈവനിങ് ഓൾ. നെക്സ്റ്റ് സക്സസ് മാജിക് കരിയർ പോയിന്റ് മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് ഏവരെയും ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അപ്പൊ എല്ലാവരും ഇന്നത്തെ ESIC നഴ്സിംഗ് ഓഫീസർ എക്സാം വളരെ നന്നായിട്ട് അറ്റൻഡ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. സോ ഓവറോൾ ഒരു ആവറേജ് ലെവൽ എക്സാം ആയിരുന്നു. UPSC എക്സാം ആയതുകൊണ്ട് തന്നെ UPSC അതിൻ്റെതായ സ്റ്റാൻഡേർഡ് നിലനിർത്തിയിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പലതവണ പറഞ്ഞതാണ്, ഈ UPSC ക്വസ്റ്റ്യനുകൾ എന്ന് പറയുന്നത് കമ്പൈൻഡ് മെഡിക്കൽ സർവീസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പോലെ തന്നെ 4-5 സ്റ്റേറ്റ്മെന്റുകൾ തരും. അതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകളാണ് ശരി അല്ലെങ്കിൽ ഏതൊക്കെ തെറ്റ് എന്നൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യനുകൾ ചോദിക്കും. അതുപോലെ തന്നെ മാച്ച് ദ ഫോളോയിങ് 4 മാച്ച് ദ ഫോളോയിങ് വരുന്ന രീതിയിൽ ധാരാളം ക്വസ്റ്റ്യൻ മിലിറ്ററി നഴ്സിംഗ് സർവീസിനൊക്കെ ചോദിച്ച പോലെ ഉണ്ടാകും. അതുപോലെ തന്നെ എല്ലാ നഴ്സിംഗ് സബ്ജക്ട്സും എഡ്യൂക്കേഷൻ, അഡ്മിനിസ്ട്രേഷൻ, റിസർച്ച് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടും ക്വസ്റ്റ്യൻ വരുമെന്നുള്ളത് കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞതാണ്. സോ അതുകൊണ്ട് തന്നെ മോഡൽ എക്സാമിലൊക്കെ അത്തരം ക്വസ്റ്റ്യനുകൾ വന്നതാണ്. അതേ പാറ്റേണിൽ തന്നെയാണ് UPSC ESIC ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഓവറോൾ ഒരു ആവറേജ് ലെവൽ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒരു സെൻട്രൽ ഗവൺമെന്റ് എയിംസ്, നോർസെറ്റ് പോലുള്ള എക്സാമുകൾക്കും അതുപോലെ തന്നെ കേരള PSC എക്സാമിനും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അത്യാവശ്യം നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയായിരുന്നു. പിന്നെ ഒരു പോരായ്മ എന്ന് പറയുന്നത് ടൈം ആയിരുന്നു. നിങ്ങൾക്കറിയാം 2 മണിക്കൂർ കൊണ്ട് 150 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ആൻസർ ചെയ്യേണ്ടി വന്നത്. അത് മാത്രമല്ല ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യനുകളും അതുപോലെ തന്നെ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യനുകൾ എന്ന് പറയുന്നത് ധാരാളം ടൈം എടുക്കുന്നതാണ്. ഒരു ക്വസ്റ്റ്യൻ തന്നെ ശരിക്കും പറഞ്ഞാൽ 4 ചോദ്യങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ പലർക്കും ടൈം തികയാതെ വന്നു. സോ എങ്കിലും അത്യാവശ്യം നന്നായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ഇന്ന് അതിന്റെ ആൻസർ കീ ആണെന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഈ 150 ക്വസ്റ്റ്യനും കംപ്ലീറ്റ് ആയിട്ടും എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയം എടുത്ത് ധാരാളം ടൈം വേണ്ടി വരും. സോ അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല, ഗ്രൂപ്പുകൾ ഷെയർ ചെയ്യപ്പെട്ട ആൻസർ കീകളിൽ പലതിലും കുറേയധികം റോങ് ആൻസറുകൾ കൂടി കണ്ടതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു ആൻസർ കീ ഞങ്ങളുടേതായ രീതിയിൽ പ്രിപ്പയർ ചെയ്ത് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ ചോദ്യവും ഉത്തരവും മാത്രമായിരിക്കും ഞാൻ പറഞ്ഞു പോകുന്നത്. വരും വീഡിയോയിൽ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാവുന്നതാണ് കേട്ടോ. പിന്നെ ചില ചോദ്യങ്ങൾ 1-2 ചോദ്യങ്ങൾ കൺഫ്യൂസിങ് ക്വസ്റ്റ്യനുകളുണ്ട്. ESIC ഫൈനൽ ആൻസർ കീ വരുമ്പോൾ മാത്രം നമുക്ക് പൂർണ്ണമായിട്ട് ഉറപ്പിക്കാതെ 1-2 ചോദ്യങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട് എന്നുള്ള സത്യമാണ്. സോ എങ്കിലും നമ്മൾ പരമാവധി എറർ കുറച്ചുകൊണ്ട് ആൻസർ കീ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. സോ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് hormones is secreted by neurohypophysis that causes uterine contraction? Estrogen, progesterone, prolactin, oxytocin. So answer is oxytocin. Option D ആണ് ആൻസർ, oxytocin. So option D, oxytocin ആണ്. Then second question, which one of the following plasma protein has the function of maintaining osmotic pressure? Repeated exam question ആണ്. Haptoglobin, transferrin, albumin, ceruloplasmin. So answer is option C, that is albumin. Okay, മൂന്നാമത്തെ ചോദ്യം, which of the following condition can cause steatorrhea? Option A, pancreatic enzyme insufficiency. Option 2, disease affecting small intestine. Option മൂന്നാമത്തത് bile acid deficiency. 4, insulin deficiency. Select the correct answer using the code given below. ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നുള്ളതാണ്. ഓപ്ഷൻ A 1, 9, 2 only. Option B 2 and 3 only. Option C 1, 2 and 3. Then option D 2, 3 and 4. So answer എന്ന് പറയുന്നത് 1, 2, 3 കറക്റ്റ് ആണ്. So answer is C. Option C. Question number 4, all of the following are theories of motivation except self-determination theory, Hull's theory, psychoanalytical theory, Sternberg's triarchic theory. Sternberg triarchic theory, option D ആണ് ആൻസർ. കാരണം അത് ഇന്റലിജൻസ് തിയറിയാണ്, നമ്മൾ ഡീറ്റെയിൽ പഠിക്കുന്നതാണ്. Question number 5, the highest level of growth needs as per the Maslow's hierarchy of needs theories: aesthetic, cognitive, esteem, self actualization. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് അല്ലെ, സെൽഫ് ആക്ച്വലൈസേഷൻ. ദാറ്റ് ഇസ് ഓപ്ഷൻ ഡി ആണ് ആൻസർ. Then question number 6, an IQ of 90 is classified as option A borderline, option D B average, option C superior, bright, normal, option D. So answer എന്ന് പറയുന്നത് 90 ആണ്. സോ ആവറേജ് ആണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 7, അക്കോർഡിംഗ് ടു സിഗ്മണ്ട് ഫ്രൂഡ്സ് തിയറി ഓഫ് സൈക്കോ അനാലിസിസ്, all of the following are structures of personality except A conscious, B id, C ego, D super ego. So answer എന്ന് പറയുന്നത് id, ego, super ego നിങ്ങൾക്കറിയാം. സോ ആൻസർ എന്ന് പറയുന്നത് എക്സെപ്റ്റ് ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ആൻസർ. So question number 8, the conflict that occurs due to having to choose between 2 positive goals which are equally attractive at the same time is called. Option A approach avoidance conflict. Option B double approach avoidance conflict, avoidance conflict, approach conflict.
സോ രണ്ട് പോസിറ്റീവ് കാര്യങ്ങളാണ്. സോ അപ്രോച്ച് കോൺഫ്ലിക്റ്റ് ആണ്. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. Then question number 9. The type of family in which father has the highest status in family who controls the social life of family is called. Option A, patriarchal family. Option B, matriarchal family. Option C, patrilocal family. Option D, patrilineal family. Highest father ആണ്. So patriarchal family. Option A is the right answer. Then question number 10. Which of the following are ways of acculturation? Trade and commerce, industrialization, education, conquest. Select the correct answer using the code given below. Option A, 1 and 2 only. Option B, 1, 2 and 3 only. Option C, 2, 3 and 4 only. Then option D, 1, 2, 3 and 4. 4 ആൻസർ ആണ് അല്ലേ? സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. Then question number 11. Which of the following are essential amino acids? Leucine, tryptophan, methionine, cysteine, histidine. Select the correct answer using the code given below. Option A, 1, 2 and 3 only. Option B, 3, 4 and 5 only. Option C, 1, 2, 3 and 5. Then option D, 1, 3, 4 and 5. So answer എന്ന് പറയുന്നത് ലൂസിൻ, ട്രിപ്റ്റോഫാൻ, then അതുപോലെ തന്നെ methionine and histidine. 1, 2, 3 and 5 ആണ്. So option C is the right answer. So next question 12. Match the list 1 with list 2 and select the correct answer using the code given below the list. List 1 deficiencies കൊടുത്തിട്ടുണ്ട്. ലിസ്റ്റ് 2 സയൻസും കൊടുത്തിട്ടുണ്ട്. സോ കോർണിയൽ സിറോസിസ്, കെരാറ്റോമലേഷ്യ, കൺജങ്ക്റ്റിവൽ സിറോസിസ്, വൈറ്റ് സ്പോട്ട് 4 കൊടുത്തിട്ടുണ്ട്. അതിന്റെ സൈനുകൾ അത് മാച്ച് ദ ഫോളോയിങ് ചെയ്യുക എന്നുള്ളതാണ്. സോ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. ദാറ്റ് ഈസ് A2, B3, C4 and D1 ആണ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. Question number 13. Match the list 1 with the list 2 and select the correct answer using code given below the list. List 1 ന്യൂട്രിയൻസ്, ലിസ്റ്റ് 2 ഫങ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. വൈറ്റമിൻ ഡി, നിയാസിൻ, വൈറ്റമിൻ സി ആൻഡ് ഫോസ്ഫറസ്. സോ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് അല്ലെ? ഓപ്ഷൻ ബി, ദാറ്റ് ഈസ് A2, B1, C4, D3. So question number 14. Which one of the following serum enzymes is used in clinical diagnosis of acute pancreatitis? Lactate dehydrogenase, alanine aminotransferase, aspartate aminotransferase, amylase. ഏതാണ് ആൻസർ? amylase അല്ലെ? serum amylase ആണ്. So answer is option D. Then question number 15. Which one of the following is the major immunoglobulin in human serum? IgA, IgD, IgG, IgE. ആൻസർ എന്ന് പറയുന്നത് IgG ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. 16ാമത്തെ ചോദ്യം. Which one of the following is not a component of epidemiological triad? എൻവയോൺമെന്റ്, ഏജന്റ്, ഹോസ്റ്റ്, 3 ട്രയാഡുകളാണ്. സോ ആൻസർ എന്ന് ഓപ്ഷൻ ഡി ആണ്, ഡിസീസ് അല്ലെ? സോ ക്വസ്റ്റ്യൻ നമ്പർ 17. During pulse polio immunization, auxiliary nurse midwife has noticed that on vaccine vial monitor, the color of square inside the circle is darker than the circle around it. What should be her action? Administer vaccine to children from the same vial. Administer vaccine from the same vial after shaking it. Put the vial in ice box for some time and then administer from the same vial. Option D, should not use this vial for vaccination. So color change വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ വാക്സിൻ വയൽ യൂസ് ചെയ്യാൻ പാടില്ല. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ക്ലിയർ ആണോ? യെസ്. 18ാമത്തെ ചോദ്യം. മാച്ച് ദ ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 ആൻഡ് സെലക്ട് ദ കറക്റ്റ് ആൻസർ യൂസിംഗ് ദ കോഡ് ഗിവൻ ബിലോ ദ ലിസ്റ്റ്. ലിസ്റ്റ് 1 കോസൈറ്റ് ഏജന്റ് കൊടുത്തിട്ടുണ്ട്. ലിസ്റ്റ് 2 ഡിസീസസ്, ബോർഡറ്റെല്ല പെർട്ടൂസിസ്, സാൽമണല്ല ടൈഫി, ക്ലോസ്ട്രീഡിയം പെർഫറിൻജൻസ്, ഫ്ലാവിവൈറസ് ഫെബ്രിക്കസ്. ലിസ്റ്റ് 2 യെല്ലോ ഫീവർ, ഫുഡ് പോയ്സണിംഗ്, വൂപ്പിംഗ് കഫ്, എൻഡറിക് ഫീവർ. ഏതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളതാണ്. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ബി ആണ് ആൻസർ. ദാറ്റ് ഈസ് A3, B4, C2 and D1. So option B is the right answer. Then question number 19. Which one of the following services should ideally form the base of the health service pyramid? Clinical preventive services, population based healthcare services, secondary healthcare services, tertiary healthcare services. ഏതാണ് ആൻസർ? ആൻസർ എന്ന ഓപ്ഷൻ ബി ആണ്. ദാറ്റ് ഇസ് പോപ്പുലേഷൻ ബേസ്ഡ് healthcare services. Answer is option B.
Then 20th question, community-based assessment checklist, that is CBAC, for yearly detection of non-communicable disease is to be filled by option A, medical officer, option B, staff nurse, option C, ANM, option D, ASHA. ആൻസർ എന്ന് പറയുന്നത് യെസ് ഓപ്ഷൻ ഡി ആണ്, ആശാ വർക്കർ അല്ലെ, ആശയാണ്. Then question number 21, which of the following are the team members of health and wellness center HWC at sub center level? Community health officers, mid level health provider, ANM, ASHA, Anganwadi. Select the correct answer using code given below. Option A 1, 2, 3 and 4, option B 2 and 3 only, option C 1 and 4 only, option D 1, 2 and 3. So മൂന്ന് ആൾക്കാരാണ് 1, 2 and 3. Then next question, question number 22. Question number 22. Which one of the following color code is not correct for triage system adopted in triage of disaster management in India? Option A, red indicates high priority treatment. Option B, yellow indicates medium care priority. Option C, blue indicates ambulatory patients. Option D, black indicates dead or moribund patients. So clear ആണ് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഓപ്ഷൻ സി എന്ന് പറയുന്നത് ബ്ലൂ ഇൻഡിക്കേറ്റ്സ് ആംബുലേറ്ററി പേഷ്യൻസ്. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ 23, തേർഡ് ക്വസ്റ്റ്യൻ, അണ്ടർ ആയുഷ്മാൻ ഭാരത് പ്രധാൻ മന്ത്രി ജൻ ആരോഗ്യ യോജന, how much cover per family per year is provided for secondary and tertiary care hospitalization? Option A, INR 2 lakhs, INR 5 lakhs, option C INR 7 lakhs, option D INR 10 lakhs. So ആയുഷ്മാൻ ഭാരത് ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്, കൃത്യമായിട്ട് 5 lakhs ആണ് അല്ലെ, മാക്സിമം 5 lakhs ആണ് വരുന്നത്. Then 24th question, discouraging children from adopting harmful lifestyles for the prevention of non-communicable disease is an example of primordial prevention, then primary prevention, secondary prevention and tertiary prevention. ഏതാണ്? ലൈഫ് സ്റ്റൈൽസ് ആണ് അല്ലെ, കുട്ടികളാണ്. ഡിസ്കറേജിങ് ചിൽഡ്രൻ ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് പ്രൈമോഡിയൽ പ്രിവെൻഷൻ, നോ ഡൗട്ട്. ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 25, സ്ക്രീനിങ് ഓഫ് എ സബ് ഗ്രൂപ്പ് പോപ്പുലേഷൻ ഫോർ എ പർട്ടിക്കുലർ ഡിസീസ് ഈസ് കോൾഡ്. ഓപ്ഷൻ എ, മാസ് സ്ക്രീനിങ്, ബി സെലക്ടീവ് സ്ക്രീനിങ്, ഓപ്ഷൻ സി ഹൈ റിസ്ക് സ്ക്രീനിങ്, ഓപ്ഷൻ ഡി മൾട്ടി ഫേസിക് സ്ക്രീനിങ്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, മാസ് സ്ക്രീനിങ് ആണ്. So 26, which one of the following is the indicator of prevalence of contraceptive practice in the community? Option A, total fertility rate, option B, general fertility rate, option C, couple protection rate, option D, net protection, reproduction rate. Answer on the option C ആണ്, couple protection rate. Question number 27, which one of the following occupational disease occurs due to sugar cane dust? Anthracosis, silicosis, farmer's lung, bagasosis. So doubt വേണ്ട, answer option D ആണ്, bagasosis. Then question number 28, which one of the following vaccines is sensitive to freezing and should be protected from sub-zero temperature? Option A, oral polio, option B, BCG, option C, Japanese encephalitis, option D, cholera. So answer എന്ന് പറയുന്നത് option D ആണ്, that is cholera. Question number 29, Peyer's patches are present in stomach, duodenum, jejunum, ileum. Repeated Kerala PSC question ആണ്, ileum ആണ് അല്ലെ, small intestine ileumത്തിലാണ്. Question number 30, type of joints where movement takes place about a single stationary axis and is largely restricted to one plane are known as plane joints, hinge joints, ellipsoid joints, saddle joints. ഒറ്റ ആക്സിസിൽ വരുന്നത് ഹിഞ്ച് ജോയിന്റ് ആണ്, നീ ജോയിന്റ് ഒക്കെ വരുന്നത് ഹിഞ്ച് ജോയിന്റ് ആണ് അല്ലെ. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരിക. Question number 31, match the list 1 with the list 2 and select the correct answer using the code given below the list. List 1 ആണ് degrees of uterine prolapse ആണ്, ലിസ്റ്റിൽ ഒരു clinical feature of prolapse കൊടുത്തിട്ടുണ്ട്, ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി, third degree and presidential. So ഏതാണ് ആൻസർ? സോ ആൻസർ എന്ന് ഓപ്ഷൻ എ ആണ്, that is A4, B3, C2 and D1. സോ ആൻസർ എന്ന് ഓപ്ഷൻ എ ആണ്. സോ 32ാമത്തെ ചോദ്യം, all of the following are the causes of menorrhagia except option A, androgen producing tumors, pelvic endometriosis, adenomyosis, granulosa cell tumor of the ovary. ഇതൊരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ് ശരിക്കും പറഞ്ഞാൽ. ഇത് പൂർണ്ണമായിട്ടും ESIC ആൻസർക്ക് വന്നാലേ ശരിക്കും കാരണം അതിൽ ഓൾമോസ്റ്റ് എല്ലാം ശരിക്കും പറഞ്ഞ ആൻസർ ആണ്. സോ കുറച്ചെങ്കിലും ഒരു ആൻസർ ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് അതിൽ ആൻഡ്രോജൻ പ്രൊഡ്യൂസിങ് ട്യൂമേഴ്സ് ആണ്. സോ എങ്കിലും ഒരു ESIC ഫൈനൽ ആൻസർ കീഴിൽ ശരിക്കും അതിന്റെ ക്ലാരിറ്റി വരുള്ളൂ കേട്ടോ. സോ കാരണം ബാക്കി എല്ലാം ആൻസർ തന്നെയാണ് അതിന്റെ. ഓക്കെ, 33, in the neonates the brown fat is located at the following sites except option A, around the heart, in the axilla, around the brain and around the kidney. So answer is option C, except ആണ് അല്ലേ. സോ ആൻസർ ഈസ് C, around the brain ആണ്.
The normal respiratory rate of newborn 15 to 18 breaths per minute, 30 to 60 breaths per minute, 50 to 70 breaths per minute, then 20 to 30 breaths per minute. So option B ആണ് answer, 30 to 60 breaths per minute. 35. A persistent rise in PCO2 and decrease in pH level in newborn indicative of metabolic acidosis, respiratory acidosis, respiratory alkalosis, metabolic carbon dioxide അളവ് കൂടുതലാണ്. So respiratory ആണ്. Then pH ന്റെ അളവ് കുറവാണ്. So respiratory acidosis ആണ് അല്ലെ, respiratory acidosis ആണ്. So option B ആണ് right answer. 36th question. Nipple confusion is situation where the infant accept the artificial as well as mother's nipple, accept the mother's nipple but refuses artificial nipple, accept the artificial nipple but refuses the mother's nipple. Option D, refuses to feed at all. So option C ആണ് answer എന്ന് പറയുന്നത്, accept the artificial nipple but refuses the mother's nipple. Option C ആണ് right answer. Then question number 37. Classical symptom of invasive cervical cancer is hematuria, back pain. എനിക്ക് ദേഷ്യം വരുന്നത് എന്തുവാ ഇത്, വായിക്കാൻ പറ്റണ്ടേ? Question number 37. Classical symptom of invasive cervical cancer is hematuria, back pain, postcoital bleeding, anemia. So answer on the option C, and that is postcoital bleeding. Then 38. Irregular overlapping of the cranial bones on one another due to liquefaction of the brain matter of fetus is called Jacomet sign, Spalding sign, Piscasex sign, Robert sign. So answer on the option B, and that is Spalding sign. Previous question. Then 39. What will be the approximate body mass index of a woman with weight 70 kilogram and height 155 centimeter? Centimeter ആണ് തന്നിരിക്കുന്നത്, മീറ്ററിൽ കൺവേർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓപ്ഷൻ എ 26.1, ഓപ്ഷൻ ബി 29.1, ഓപ്ഷൻ സി 25.2, ഓപ്ഷൻ ഡി 24.6. ഓപ്ഷൻ ബി 29.1 ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. Then what will be the incidence rate if there are 500 new cases of an illness in population of 30,000 in a year? 1.42 per thousand per year, 14.2 per thousand per year, 16.7 per thousand per year, 1.67 per thousand per year. ഈ സെയിം ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ കഴിഞ്ഞ DME കേരള PSC ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. സോ ആൻസർ ഓപ്ഷൻ സി ആണ്, 16.7 per thousand per year ആണ്. Then 41. Question number. All of the following foods have high glycemic index except. നമ്മൾ ഗ്ലൈസിമിക് ഇൻഡെക്സും ഗ്ലൈസിമിക് ലോഡൊക്കെ നമ്മൾ ന്യൂട്രീഷനിൽ പഠിക്കുന്നതാണ്. ഓപ്ഷൻ എ ബ്രൗൺ റൈസ്, ഓപ്ഷൻ ബി കോൺഫ്ലേക്സ്, ഓപ്ഷൻ സി ബാഗറ്റ് പൊട്ടറ്റോ, ഓപ്ഷൻ ഡി വൈറ്റ് ബ്രെഡ്. ബ്രൗൺ റൈസ് ആണ് ഗ്ലൈസിമിക് ഇൻഡെക്സ് ഇതിൽ ഉള്ളതിൽ കമ്പാരിറ്റീവ്ലി കുറവായിട്ടുള്ളത്. Then so option A ആണ് ആൻസർ. 42. Which one of the following types of undernutrition is indicated by Z score below -3 standard deviation? 3 standard deviation കുറവാണ് of the median WHO child growth standards. Option A underweight, option B stunting, option C wasting, option D severe acute malnutrition. ഈ സെറ്റ് സ്കോർ ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ്, BMI ആ ഏരിയയിൽ തന്നെ നമ്മൾ പഠിക്കുന്നതാണ്. സോ ഓപ്ഷൻ ഡി സിവിയർ അക്യൂട്ട് മാൽന്യൂട്രീഷൻ ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ്. 43. Which one of the following is a measure of overall disease burden expressed as a number of years lost due to ill health, disability or early death is called? Option A health adjusted life expectancy, option B quality adjusted life years, option C disability free life expectancy, option D disability adjusted life years. So നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് പഠിക്കുന്നതാണ് നമ്മൾ. That is disability adjusted life years, that is DALI ആണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. Question number 44. Numerator for calculating neo. Question number 44. Numerator for calculating neonatal mortality rate is neonatal death within 28 days of life, 45 days of life, 75 days of life, 90 days of life. So answer on option A ആണ് neonatal. So 28 days of life. Then question number 45.
Which one of the following drugs used for treatment of malaria is contraindicated in pregnancy? Pregnancy contraindicated drug malaria. Chloroquine, Primaquine, quinine. Option D, sulfadoxine plus pyrimethamine. So answer എന്ന് പറയുന്നത് option B ആണ്. That is Primaquine ആണ് answer വരുന്നത് കേട്ടോ. So question number 46. A report of any event that is not consistent with the routine of hospital and is written only if any mishap or mistake occurs in patient care is called complaints report, handoff report, incident report, clinical information report. So answer on the option C ആണ്. That's incident report. Question number 47. When one chooses a course of action from several options based on a criterion, based on regulations of institution and professional standards, this process is called problem solving, decision making, diagnostic reasoning, then hypothesizing a solution. So answer on the option B ആണ്. That is decision making. Question number 48. Most appropriate data collection tool to measure attitude towards condom use would be checklist, Q-sorts, Bignets, Likert scale. So answer D, option D ആണ്. That is Likert scale ആണ് answer ആയിട്ട് വരുന്നത്. 49. Consider the following research statement. A study to assess motivation focused intervention effect on self-esteem of adolescents in a school. What type of variable is motivation focused intervention in the statement given above? Option A, confounding variable. Option D, independent variable. Option C, dependent variable. Option D, extraneous variable. So answer on the independent variable ആണ്. Independent variable. Option B ആണ് answer. Then question number 50. A researcher conducted a study to describe the lived experiences of caregivers of patients with dementia. Which type of qualitative study is conducted by the researcher? Ethnography, phenomenology, case study, grounded theory. So clear direct answer ആണ്. Phenomenology ആണ് answer വരുന്നത്. That is option B. Question number 51. The following diagram is indicative of. ഇവിടെ ഒരു ഗ്രാഫ് ആണ് തന്നിരിക്കുന്നത്. X ആക്സിസിലെ ഹൈറ്റും അതിനനുപാതിന്റെ വെയിറ്റ് Y ആക്സിസിലെ വെയിറ്റുമാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ കോറിലേഷൻ ആണ് ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ ഡയറക്റ്റ് ഈ ഗ്രാഫ് തന്നെ നമ്മൾ പഠിക്കുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്സിൽ. സോ എ വീക്ക് നെഗറ്റീവ് കോറിലേഷൻ, ബി സ്ട്രോങ് നെഗറ്റീവ് കോറിലേഷൻ, സി പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ, ഡി മോഡറേറ്റ് പോസിറ്റീവ് കോറിലേഷൻ. സോ ആൻസർ എന്ന ഓപ്ഷൻ സി ആണ്. പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആണ് ഈ ഡയഗ്രത്തിലുള്ളത് അല്ലെങ്കിൽ ഗ്രാഫിലുള്ളത്. So question number 52. Match the list 1 with list 2 and select the correct answer using the code given below the list. Then empirical phase, design and planning phase, dissemination phase, analytic phase നാലെണ്ണം തന്നിട്ടുണ്ട്. So list 2 സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ട്. So ഓപ്ഷൻ എന്ന് പറഞ്ഞ ഏതാണ് കറക്റ്റ് ആൻസർ? യെസ്, ഓപ്ഷൻ സി ആണ്. ദാറ്റ് ഇസ് A3, B1, C4, D2. Then question number 53. Approach to reliability assessment that involves administration of the same measure to the same people on 2 occasions is called as inter-rater reliability, test-retest reliability, intra-rater reliability, parallel test reliability. So answer option B ആണ് test-retest reliability. 54. A 26 years old woman visiting gynecology OPD complains of creamy vaginal discharge with a fishy odor. There is no history of itching. The possible diagnosis of the patient is candidiasis, chlamydial infection, bacterial vaginosis, leukoderma. So answer on the option C ആണ്. That is bacterial vaginosis ആണ്. Then 55. Match the list 1 with the list 2 and select the correct answer using the code given below the list. List 1 phenomenon. Option list 2 diagnostic feature of USC ആണ് കൊടുത്തിരിക്കുന്നത്. That is threatened abortion, missed abortion, incomplete abortion. Option D കംപ്ലീറ്റ് അബോർഷൻ. ദെൻ അതിന്റെ USG ഫീച്ചറുകളുമാണ് ലിസ്റ്റ് 2 കൊടുത്തിരിക്കുന്നത് അല്ലെ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏത് ഓപ്ഷൻ ആണ്? ഓപ്ഷൻ എ ആണ് അല്ലെ. ദാറ്റ് ഇസ് A3, B1, C4, D2 ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. Then question number 56. Daily requirement of calcium during pregnancy and lactation is 500 to 1000 milligram, 1 to 1.5 gram, 1.5 to 2 gram, more than 2 gram. So answer of 500 to 1000 milligram. That is option A is the right answer.
57. Presence of functioning endometrium inside other than uterine mucosa is called uterine polyps, adenomyosis, Paget's disease, endometriosis. So doubt വേണ്ട, answer option D ആണ് endometriosis. 58. Which one of the following is a non-steroidal compound with a potent anti-estrogenic properties used for oral contraception? Progestin only pill, levonorgestrel, disogestrel, സെൻക്രോമാൻ ആണ് ആൻസർ. ദാറ്റ് ഇസ് ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇതെല്ലാം ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. 59. Active management of third stage of labor includes administration of oxytocin 10 units IM, then Krebs expression of the placenta, administration of carboprostil IM, administration of misoprostol 100 microgram per rectum. ഏതാണ് ആൻസർ? ആൻസർ ഓക്സിറ്റോസിൻ 10 units IM കൊടുക്കുക എന്നുള്ളതാണ്. സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 60. All of the following are the causes of secondary dysmenorrhea except ആണ് ആൻസർ. So option A endometriosis, adenomyosis, bicornuate uterus, option D pelvic adhesions. ആൻസർ എന്ന് പറയുന്നത് except ആണ്. So ആൻസർ എന്ന് പറയുന്നത് bicornuate uterus ആണ്. That is option C ആണ് right answer. Then question number 61. The withdrawal and inability to initiate and persist in goal directed activity is called apathy, anhedonia, avoidance, abolition ആണ് അല്ലെ? Abolition ആണ്. Motivation, lack of motivation, abolition. Then 60, option D on answer. 62. The most important and effective strategy for the elderly to maintain self-esteem and support the natural healing process of life review is bibliotherapy, token economy, reminiscence, milieu therapy. So answer എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, reminiscence ആണ് കേട്ടോ. Then 63ാമത്തെ ചോദ്യം. The psychopharmacology drug classification of olanzapine repeated question ചോദിക്കുന്നതാണ്. That is typical antipsychotics, atypical antipsychotics, antidepressant, mood stabilizer. ഏതാണ്? atypical antipsychotic എക്സാമ്പിൾ ആണ് olanzapine. So option B ആണ് ആൻസർ എന്ന് പറയുന്നത്. So 64ാമത്തെ ചോദ്യം. While assessing the patient, nurse asks the patient if a house were on fire, what would you do? Which one of the following is being assessed by the nurse by asking that question? Option A ടെസ്റ്റ് ജഡ്ജ്മെന്റ്, സോഷ്യൽ ജഡ്ജ്മെന്റ്, ഇൻസൈറ്റ്, അബ്സ്ട്രാക്ട് തിങ്കിങ്. സോ അവിടെ ജഡ്ജ്മെന്റ് ആണ്, ദാറ്റ് ഇസ് ടെസ്റ്റ് ജഡ്ജ്മെന്റ് ആണ് അവിടെ അസസ് ചെയ്യുന്നത്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. 65ാമത്തെ ചോദ്യം. ഓൾ ഓഫ് ദ ഫോളോയിങ് ആർ ദ സിംറ്റംസ് ഓഫ് ഓപ്പിയോയിഡ് ഓവർഡോസ് എക്സെപ്റ്റ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഡെലീരിയം ട്രെമൻസ്, റെസ്പിറേറ്ററി ഡിപ്രഷൻ, സ്റ്റ്യൂപ്പർ, കോമ. ഏത് ആൻസർ? എക്സെപ്റ്റ് ആണ്. സോ ഡെലീരിയം ട്രെമൻസ് ആണ് ആൻസർ വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 66. A highly structured psychotherapeutic method used to alter distorted beliefs and problem behavior by identifying and replacing negative inaccurate thoughts and changing rewards for behavior is behavior therapy, cognitive behavior therapy, solution focused belief therapy, motivational enhancement therapy. So direct question ആണ് ശരിക്കും CBT ആണ്, that is cognitive behavioral therapy ആണ് answer. That is option B is the right answer. Then question number 67. An excitatory neurotransmitter that is diffusely distributed within cerebral cortex, limbic system and basal ganglia of the CNS. അത്രയും പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. And plays role in emotions, cognition and sensory perception. Emotion, cognition കൂടെ ആയപ്പോൾ ആൻസർ അറിയാം. So option A histamine, option B GABA, option C serotonin, option D glycine. So ഒരു ഡൗട്ടും വേണ്ട, ആൻസർ എന്ന് പറയുന്നത് സെറോട്ടോണിൻ ആണ്. Question number 68. Consider the following communication between a patient and nurse. Patient: I have done something awful. Nurse: I would like to hear about it. It's okay to discuss it with me. So which one of the following verbal communication technique is being used by the nurse? Acceptance, then confrontation, option C reflection, option D validation. Acceptance ആണ് വരുന്നത്. Acceptance ആണ്. So option A ആണ് ആൻസർ. 69. Match the list 1 with the list 2 and select the correct answer using the code given below the list. List 1 എന്ന് പറയുന്നത് ജനറിക് ഡ്രഗ് നെയിം ആണ്. ലിസ്റ്റ് 2 ക്ലാസിഫിക്കേഷൻ ആണ്, ഏത് കാറ്റഗറി ആണെന്നുള്ളതാണ്. ഓപ്ഷൻ എ ഫ്ലൂറസിപ്പം, ദെൻ സോൾപിഡം, ഓപ്ഷൻ സിയിൽ റാമിൽറ്റിയോണ്, ദെൻ ഓപ്ഷൻ ഡിയിൽ ഹൈഡ്രോക്സൈസിൻ. ദെൻ ക്ലാസിഫിക്കേഷനിൽ ആന്റിഹിസ്റ്റമിൻ, മെലാറ്റോനർജിക് ഹിപ്നോട്ടിക്, നോൺ ബെൻസോഡൈസിപ്പിൻ ഹൈപ്നോട്ടിക്, ബെൻസോഡൈസിപ്പിൻ ഹിപ്നോട്ടിക്. സോ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഏതാണ് ആൻസർ? ആൻസർ എന്ന ഓപ്ഷൻ എ ആണ്. A4, B3, C2, D1 ആണ് ആൻസർ. ദാറ്റ് ഈസ് ഓപ്ഷൻ എ ആണ് 69ന്റെ ആൻസർ എന്ന് പറയുന്നത്. Then question number 70.
All of the following symptoms present in a patient since last 2 weeks are indicative of major depressive disorder except ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, തെറ്റിപ്പോരുത്. ഡിപ്രസ്ഡ് മൂഡ്, markedly diminished interest, catatonic behavior, fatigue. So doubt വേണ്ട, ആൻസർ എന്ന് പറഞ്ഞാൽ catatonic behavior ആണ്. ഓപ്ഷൻ സി is the right answer. 71. Which of the following are assumptions in Milieu therapy? Milieu therapy repeated question ആണ്. The patient owns his or her environment. Then patient takes responsibility for his or her behavior. Option മൂന്നാമത്തത് inappropriate behavior needs to be corrected. 4. Peer pressure has no role to play. Select the correct answer using the code given below. അതായത് ഏതൊക്കെയാണ് ഇതിൽ മോഡൽ കൊടുത്തിരുന്ന ഓപ്ഷനിൽ കറക്റ്റ് എന്നുള്ളതാണ് അല്ലേ. So 1 and 2 only, 1, 2 and 3, then 2, 3 and 4, 1, 3 and 4. Option ഏതാണ് കറക്റ്റ് ആൻസർ? ബി ആണ് ആൻസർ. ദാറ്റ് ഇസ് 1, 2 and 3 സ്റ്റേറ്റ്മെന്റുകളാണ് റൈറ്റ് ആൻസർ വരുന്നത്. Then 72, according to SIU, that SIU സ്റ്റാഫിംഗ് നോംസ് നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. SIU സ്റ്റാഫിംഗ് നോംസ് അനുസരിച്ച് നഴ്സസ് വർക്കിംഗ് ഇൻ സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ദ normal or general ward should have 1 nurse or nursing sister for every 7 beds, 1 nurse or nursing sister for every 6 beds, 1 nurse or nursing sister for every 5 beds, 1 nurse or nursing sister for every 4 beds. SIU സ്റ്റാഫിംഗ് പാറ്റേൺ ആണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ആൻസർ വരുന്നത് 1:6 ആണ്. ദാറ്റ് ഇസ് 1 nurse for every 6 bed ആണ്. ദാറ്റ് ഇസ് ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. തെറ്റിപ്പോരുത്, ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്, മറന്നു പോരുത്. 73. A temporary placement of nurses in a ward for 12 hours or less, which is done to cover the shortage of nurses, especially during evening and night shifts by the supervisors is called intra-departmental deployment, inter-departmental deployment, interlocation deployment, short-time deployment. Answer intra-departmental deployment ആണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ വരുന്നത്. Question number 74. All of the following are techniques of inventory control except ABC analysis, VD analysis, XYZ analysis, SDX analysis. ആദ്യത്തെ മൂന്നും നമ്മൾ ക്ലിയർ പഠിക്കുന്നതാണ്. ഇതിൽ വരുന്ന SDX അനാലിസിസ് ആണ് ആൻസർ ആയിട്ട്, എക്സെപ്റ്റ് ആണ് ആൻസർ ആയിട്ട് വരാത്തത്, മീൻസ് ടെക്നിക്സ് ആയിട്ട് വരാത്തത്. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ. Question number 75. All of the following are major penalties awarded for the employees for their serious misconduct except ആണ് പറഞ്ഞിരിക്കുന്നത്, സീരിയസ് അല്ലാത്തത്. ലോസ് ഓഫ് പ്രിവിലേജസ്, ഡിമോഷൻ, ട്രാൻസ്ഫർ, വിത്ത്ഹോൾഡിംഗ്, ഇൻക്രിമെന്റ്സ്. ഏതാണ് ആൻസർ? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, വിത്ത്ഹോൾഡിംഗ് ഇൻക്രിമെന്റ്സ് ആണ് കേട്ടോ. 75. ഇനി 76. പീരിയഡ് ഓഫ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആൻഡ് ട്രെയിനിങ് ഇൻ ക്ലിനിക്കൽ നഴ്സിംഗ് സൂപ്പർവൈസ്ഡ് ബൈ എക്സ്പെർട്ട് ഓഫ് എ പർട്ടിക്കുലർ ഫീൽഡ് ഇസ് നോൺ ആസ്. പീരിയഡ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആണ് അല്ലെ, സൂപ്പർവൈഷൻ ഉണ്ട്. സോ ആൻസർ എന്ന് പറയുന്നത് പ്രിസെപ്റ്റർഷിപ്പ് ആണ്. മെന്റർഷിപ്പ്, പിയർ ഗ്രൂപ്പ് സപ്പോർട്ട്, സെൽഫ് റിഫ്ലക്ഷൻ. ആൻസർ പ്രിസെപ്റ്റർഷിപ്പ് ആണ്. ഇതെല്ലാം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, ക്ലിയർ ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ. Then 77. The overall plan of rotation of all students in educational institution, including teaching, learning activities and related events during academic year is known as clinical rotation plan, master rotation plan, curriculum planning, course plan. Answer the master rotation plan ആണ്. ആൻസർ എന്ന ഓപ്ഷൻ ബി ആണ് ആൻസർ. Consider the 78. Consider the following statements regarding objective structured clinical examination അല്ലെ OSCE method. സ്റ്റേറ്റ്മെന്റുകൾ: it provides more emphasis on performance of skills, it is more useful in assessing the knowledge of students, it requires checklist for evaluation, holistic approach to patient management cannot be assessed. Which of the statement given above are correct? ഏതാണ് ആൻസർ? ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകളാണ് കറക്റ്റ് എന്നുള്ളതാണ് അല്ലെ. സോ ആൻസർ എന്ന ഓപ്ഷൻ സി ആണ്. രണ്ടാമത്തതും മൂന്നാമതും നാലാമത്തെ സ്റ്റേറ്റ്മെന്റുകളാണ് കറക്റ്റ് എന്ന് പറയുന്നത്. ഓസ്കി ആണ്. That is objective structured clinical examination. 78 ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. Then question number 79. Which one of the following tools maintained by teacher is very valuable for assessment of students performance? Incident report, anecdotal report, self report, clinical attendance. ഒരു ഡൗട്ടും വേണ്ട, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അനക്ഡോട്ടൽ റിപ്പോർട്ട് ആണ് ആൻസർ വരിക. So 80 question. A chart indicating the distribution of questions based on objectives and content area is called question paper, blueprint, question bank, checklist. Answer blueprint ആണ്. ഇതൊക്കെ പുതിയ ക്വസ്റ്റ്യനുകളാണ് ഇതൊക്കെ ചോദിച്ചിരിക്കുന്നത്. Then 81. Match the list 1 with list 2 and select the correct answer using the code given below. List 1 ഡെവലപ്മെന്റൽ ടാസ്കിൽ കൊടുത്തിട്ടുണ്ട്. ലിസ്റ്റ് 2 സ്റ്റേജ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് കൊടുത്തിട്ടുണ്ട്. That is develops a sense of trust, develops autonomy, develops initiative and purpose, develops a sense of accomplishment. രണ്ടാമത് ടോഡലർഹുഡ്, ഇൻഫൻസി, സ്കൂൾ ഏജ്, പ്രീ സ്കൂൾ.
സോ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ദാറ്റ് ഇസ് A2, B1, C4, D3 ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി. Then question number 82. Which one of the following method is the most appropriate for feeding the baby born at 31 weeks of gestation? Intravenous fluid and oral feeding, orogastric or nasogastric tube feeding with occasional spoon or palatal feeding, then intravenous fluid with occasional orogastric and nasogastric tube feeding, total parenteral nutrition. Either answer is option B and answer varunna, that is orogastric or nasogastric tube feeding with the occasional spoon or palatal feeding. That is answer B ആണ് വരുന്നത് കേട്ടോ. Then 83. A 14-year-old child has been admitted with the complaints of fever, headache, chills and vomiting. He has been provisionally diagnosed as a case of bacterial meningitis and has been advised lumbar puncture for the examination of CSF. Which one of the following variations in CSF will confirm that the child has bacterial meningitis? ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചു. ഓരോ ടൈപ്പിലും CSF-ന്റെ ക്യാരക്ടർ ഫീച്ചറുകൾ ക്ലിയർ ആയിട്ട് പഠിച്ചതാണ്. So neutrophils and protein content elevated, color of CSF is clear and slightly turbid, lymphocytes are elevated, glucose content is normal. ഏതാണ്? Yes, neutrophil and protein content elevated. Option A ആണ് ആൻസർ എന്ന് പറയുന്നത്. Then question number 84. Which of the following are true about the signs of good attachment in breastfeeding technique? The baby's mouth is wide open, upper areola is visible, not the lower one. Baby's chin touches the breast. The upper lip of the baby is everted or turned outward. Baby's head and body are in one plane. Select the correct answer using the code given below. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകളാണ് കറക്റ്റ് എന്നുള്ളതാണ്. സോ ആൻസർ എന്ന് പറഞ്ഞാൽ 1, 2 and 3. ആദ്യത്തെ 3 സ്റ്റേറ്റ്മെന്റുകളാണ് കറക്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ ആണോ? Then question number 85. During resuscitation, which one of the following medication is indicated initially if the heart rate of a newborn continues to be less than 60 per minute after 30 seconds of positive pressure ventilation and chest compression? Epinephrine, sodium bicarbonate, atropine, dexamethasone. ഏത് ഡ്രഗ് ആണ് കൊടുക്കുന്നത്? That is epinephrine ആണ് അല്ലെ? Epinephrine ആണ്. Then അതിന്റെ ഡോസ് ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. സോ ഓപ്ഷൻ എ ആണ് ആൻസർ. സോ 86ാമത്തെ ചോദ്യം. A 15-month-old child is brought to the OPD with diarrhea. He has sunken eyes. The skin pinch goes back slowly and he drinks eagerly. As per the integrated management of neonatal and childhood illness IMNCI, this child is classified as severe dehydration, some dehydration, no dehydration, severe persistent diarrhea. ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? സോ ആൻസർ എന്ന് പറയുന്നത് സം ഡീഹൈഡ്രേഷൻ ആണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി is the right answer. Okay, question number 87. Which one of the following babies is eligible for kangaroo mother care, KMC? Baby weighing 1000 gram carried in an incubator. Baby with a birth weight of 2.6 kilogram. Hemodynamically stable low birth weight baby. Baby who is sick and carried under radiant warmer. So answer on option C ആണ്. Hemodynamically stable low birth weight baby ആണ് ആൻസർ on option C. 88. A 10-year-old child has been admitted in a pediatric medical ward with sudden onset of hematuria, oliguria, edema and hypertension. So ഇത് ഫീച്ചറുകൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ കണ്ടീഷൻ മനസ്സിലായിട്ടുണ്ടാവും. Which one of the following conditions the child is likely to have? Nephrotic syndrome, acute kidney injury, acute glomerulonephritis, chronic renal failure. ടിപ്പിക്കൽ ഫീച്ചറുകളാണ്. acute glomerulonephritis ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് പറയുന്നത്. 89. A 6-year-old child has been admitted in pediatric medical ward as a case of malignant tumor. Which one of the following is the most common in the above age group? ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ വരുന്ന ഏറ്റവും ടിപ്പിക്കൽ ട്യൂമർ ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. Then acute myeloid leukemia, juvenile monocytic leukemia, acute lymphoblastic leukemia, chronic myeloid leukemia. സോ ആൻസർ എന്ന് പറയുന്നത് acute lymphoblastic leukemia, ALL ആണ്. സോ ആൻസർ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. Question number 90. Match the list 1 with the list 2 and select the correct answer using the code given below. Condition കൊടുത്തിട്ടുണ്ട്, symptoms കൊടുത്തിട്ടുണ്ട്. Hypertrophic pylori stenosis, intussusception, peptic ulcer, appendicitis. ഏതാണ് ആൻസർ? ആൻസർ ഓപ്ഷൻ ഡി ആണ്. That is A2, B1, C4 and D3. So option D ആണ് correct answer. Then 91.
excessive stretching of a muscle and its facial sheath often involving tendon is known as strain, sprain, fracture, green stick fracture. Excess stretching of muscle and its facial sheath often involving tendon, that is strain ആണ്. ആൻസർ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ വരുന്നത് കേട്ടോ. Question number 92. Abnormal tortuous opening between the bladder and vagina is known as uterovaginal fistula, vaginoperineal fistula, rectovaginal fistula, vesicovaginal fistula. ഒരു ഡൗട്ട് വേണ്ട, ആൻസർ ഡി ആണ്, വെസൈക്കോ വജൈനൽ ഫിസ്റ്റുല ആണ് ആൻസർ. Then consider the following steps of chest tube removal, that is Valsalva maneuver, administration of analgesics, chest x-ray, airtight dressing of the site. Which one of the following is the correct sequence of steps of chest tube removal? Chest tube removal ഇതിലെ ഓർഡർ ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ആൻസർ എന്ന് പറയുന്നത് ഒരു ഇതിലും ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ശരിക്കും. സോ എങ്കിലും മോസ്റ്റ് ആക്യുറേറ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 2143 ആണ്. ദാറ്റ് ഈസ് അഡ്മിനിസ്റ്റർ അനാൽജസിക്സ്, ദെൻ വത്സൽവ മാനുവർ, ദെൻ എയർ ടൈറ്റ് ഡ്രസ്സിംഗ് ഓഫ് ദ സൈറ്റ്, ദെൻ ലാസ്റ്റിലാണ് ചെസ്റ്റ് എക്സ്റേ എടുക്കേണ്ടത്. സോ ഈ ഒരു ഓർഡർ ആണ് ഏറ്റവും മോസ്റ്റ് ആക്യുറേറ്റ് എന്ന വരാൻ സാധ്യത, ആൻസർ വരാൻ സാധ്യത ആണ് കേട്ടോ. സോ എങ്കിലും ഒരു കൺഫ്യൂഷൻ അവിടെ ഉണ്ട്. ദെൻ 94th, ദ ക്യാരക്ടറിസ്റ്റിക് മാനിഫെസ്റ്റേഷൻ ഓഫ് നെഫ്രോട്ടിക് സിൻഡ്രോം ഇൻക്ലൂഡ്. നെഫ്രോട്ടിക് സിൻഡ്രോമിന്റെ ഫീച്ചറുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ദാറ്റ് ഇസ് മാസീവ് പ്രോട്ടീനൂറിയ ഉണ്ടാകും, ഹൈപ്പർ ടെൻഷൻ, ഹൈപ്പർ ലിപ്പിഡീമിയ, ഹൈപ്പോ ആൽബുമിനീമിയ ആൻഡ് ഫോമി യൂറിൻ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. സോ 95, എ പേഷ്യന്റ് ഈസ് സഫറിംഗ് വിത്ത് celiac disease. Which one of the following food items he should avoid in his diet? celiac disease ആകുമ്പോൾ ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റ് ആയിരിക്കും, ഗ്ലൂട്ടൻ അടങ്ങിയ ഫുഡുകൾ ഒഴിവാക്കണം. ദാറ്റ് ഇസ് ആൻസർ എന്ന് പറയുന്നത് വീറ്റ് ആണ്, ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് പറയുന്നത്. Then 96, a nurse caring for a patient with type 2 diabetes mellitus with high dose insulin was monitoring blood glucose level between 2 a.m. to 4 a.m. She is trying to assess early morning 2 a.m. to 4 a.m. ഗ്ലൂക്കോസ് മോണിറ്റർ ചെയ്യുന്നത് ഏത് എഫക്റ്റ് മനസ്സിലാക്കാനെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. സോ ആൻസർ എന്നത് സോമോഗി എഫക്റ്റ് ആണ്. സോമോഗി എഫക്റ്റും ഡോൺ എഫക്റ്റും നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്, മറന്നുപോകരുത്. Then 97, a patient with renal dysfunction develops uremia when his GFR is. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15 ml per minute ആണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 98, കൺസിഡർ ദ സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് പ്രിപ്പറേഷൻ ഓഫ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. First statement is stems should be clear and explicit. Use negatives and double negatives. The alternatives should be similar in length, detail and complexity. Avoid using distractors that are essentially the same. Option C ആണ് ആൻസർ എന്ന് പറയുന്നത്. That is 1, 3 and 4 ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. Then question number 99. The type of evaluation that compares the student performance with others in same group is referred as criterion referenced, non-referenced, formative, summative. ആൻസർ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ക്രൈറ്റീരിയ നോം ആണ്. ദാറ്റ് ഇസ് നോം റെഫറൻസ്ഡ് ആണ്, നോം റെഫറൻസ്ഡ് ആണ്. സോ ആൻസർ എന്ന ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. 100th ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ പർപ്പസ് ഓഫ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്? To simplify unfamiliar concepts, to bring about understanding where words fail, to reinforce learning appealing to more than one sense, to promote monotony. ഏതൊക്കെയാണ്? Select the correct answers using the code given below. So answer എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഇതിൽ 1, 2 and 3 സ്റ്റേറ്റ്മെന്റുകളാണ് കറക്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. Then 101th ചോദ്യം, which one of the following educational philosophies emphasizes practical utility and activity based curriculum? ഒരു ഡൗട്ട് വേണ്ട, പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം പ്രഗ്മാറ്റിസം ആണ്. സോ ആൻസർ എന്ന ഓപ്ഷൻ എ ആണ്, പ്രഗ്മാറ്റിസം ആണ്. 102th ചോദ്യം, which of the following statements regarding brainstorming method of teaching are correct? Brainstorming technique, it promotes critical thinking, it makes student more skilled, it promotes group activity, maximum ideas can be sought in a short time. Select the correct answer using the code given below. Answer എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ദാറ്റ് ഇസ് 1, 3 and 4 സ്റ്റേറ്റ്മെന്റുകളാണ് കറക്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. Then question number 103, which one of the following method is best for psychomotor skill development among students?
ഓപ്ഷൻ എ ലെക്ചർ മെത്തേഡ്, ഓപ്ഷൻ ബി റോൾ പ്ലേ മെത്തേഡ്, ഓപ്ഷൻ സി ഡെമോൺസ്ട്രേഷൻ മെത്തേഡ്, ഓപ്ഷൻ ഡി ഗ്രൂപ്പ് ഡിസ്കഷൻ. സോ ഇവിടെ ഇതും ഒരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ്. ശരിക്കും പറഞ്ഞാൽ നേഴ്സിംഗിൽ മോർ കറക്റ്റ് വരുന്നത് ഡെമോൺസ്ട്രേഷൻ തന്നെയാണ്, പക്ഷെ റോൾ പ്ലേയും അതേ കാറ്റഗറിയിൽ തന്നെ വരുന്നതാണ്. ഇത് റോൾ പ്ലേ പ്രീവിയസ് എക്സാമിന് ഒരു എക്സാം ക്വസ്റ്റ്യൻ ഡെമോൺസ്ട്രേഷൻ ഇല്ലാതെ തന്നെ റോൾ പ്ലേ ആൻസർ ആയിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സോ രണ്ടും ആൻസർ ആണ് ശരിക്കും, പക്ഷെ മോർ കറക്റ്റ് ഏതാന്ന് ചോദിച്ചാൽ ഡെമോൺസ്ട്രേഷൻ തന്നെയാണ് കേട്ടോ. 104ാമത്തെ ചോദ്യം, the type of teaching method used for developing teaching skills and competencies in teacher trainee. Direct question ആണ്, that is micro teaching ആണ്. അതിന്റെ ഓരോ സ്റ്റെപ്സും ഡ്യൂറേഷനും ഒക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. Question number 105. Which one of the following counseling skills involves paraphrasing client's words and saying what counselor think about client's feeling? Concreting, reflecting, summarizing, listening. So counseling techniques-ലാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. So answer എന്ന ഓപ്ഷൻ ബി ആണ്, that is reflecting. ഇനി 106ാമത്തെ ചോദ്യം, as per Parkland formula, the amount of fluid to be infused in the first 8 hours to the patient of 70 kilogram weight having 50% total body surface area burn will be. ഈ സെയിം ക്വസ്റ്റ്യൻ നമ്മുടെ IMS സ്റ്റാഫ് നേഴ്സ് കേരള PSC എക്സാമിന് കഴിഞ്ഞ മാസം എക്സാം ക്വസ്റ്റ്യൻ വന്നതാണ്. സോ നമ്മൾ പാർക്ക്ലാൻഡ് ഫോർമുല വെച്ച് 24 hours കണ്ടിട്ട് അതിന്റെ ഹാഫ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ദാറ്റ് ഇസ് 7000 ml ആണ്. 107ാമത്തെ ചോദ്യം, vascular skin lesions which are benign tumor consisting of blood and lymph vessels are called purpura, oscillation nodes, ecchymosis, angioma. So answer എന്ന് പറയുന്നത് angioma ആണ്, ഓപ്ഷൻ ഡി ആണ് കേട്ടോ. സോ 108ാമത്തെ ചോദ്യം, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് അസെപ്റ്റീവ് ടെക്നിക് പ്രാക്ടീസ്ഡ് ഇൻ ഓപ്പറേറ്റിംഗ് റൂം. സ്റ്റേറ്റ്മെന്റുകൾ, all materials that enters the sterile field must be sterile. The parts of gown worn by surgical team considered sterile are the front from chest to table level and sleeves up to 2 inches above elbow. Then a wide margin of safety is maintained between sterile and unsterile field. Tables are sterile at tabletop and up to 4 inches below it. Which of the statement given above is or are not correct? ഇതും ഒരു കൺഫ്യൂസിങ് ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ എങ്കിലും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് 2 ആണ്, 2 only ആണ്. നോട്ട് കറക്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ 2 ആണ് ബെറ്റർ ഓപ്ഷൻ ആയിട്ട് വരുന്നത്. എങ്കിലും ഒരു കൺഫ്യൂഷൻ അതിൽ നിലനിൽക്കുന്നുണ്ട് കേട്ടോ. Then 109ാമത്തെ ചോദ്യം, എ നേഴ്സ് കെയറിംഗ് ദ പേഷ്യന്റ് ആഫ്റ്റർ കാറ്ററാക്ട് സർജറി ഷുഡ് ഇൻക്ലൂഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് കെയർ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദി സർജറി? സ്റ്റേറ്റ്മെന്റുകൾ, അഡ്മിനിസ്റ്റർ ടോപ്പിക്കൽ ആന്റിബയോട്ടിക്സ്, അഡ്മിനിസ്റ്റർ ടോപ്പിക്കൽ കോർട്ടിക്കോസ്റ്റെറോയിഡ്സ്, അഡ്മിനിസ്റ്റർ സെഡേറ്റീവ്സ്, അഡ്വൈസ് activity restriction like bending and lifting. Select the correct answer using the code given below. So answer എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 2 and 4 സ്റ്റേറ്റ്മെന്റുകളാണ് ട്രൂ ആയിട്ട് വരുന്നത്. Then 110ാമത്തെ ചോദ്യം, the definite symptoms of acute angle closure glaucoma include. So answer ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സിവിയർ ഐ പെയിൻ, ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സിവിയർ ഐ പെയിൻ, ബ്ലർഡ് വിഷൻ, seeing colored halos around the lights and ocular redness. Then question number 111. Match the list 1 with list 2 and select the correct answer using the code given below the list. List 1 എന്ന് പറയുന്നത് retractors ആണ്, ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തതിൽ യൂസ് ആണ് കൊടുത്തിട്ടുള്ളത്, ലാംഗൻ ബാക്ക്, മോറിസ്, ഡീവർ, ഡൈബാൾ. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ദാറ്റ് ഈസ് A4, B1, C2 and D3. Then question number 112. Purpose of administering Bacillus calmette-guerin BCG in cases of bladder cancer are all except ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആന്റി-ട്യൂബർ ആക്ടിവിറ്റി, പ്രിവെന്റ്സ് ബ്ലീഡിംഗ്, പ്രിവെന്റ്സ് റെക്കറൻസ് ഓഫ് ട്രാൻസിഷണൽ സെൽ ബ്ലാഡർ ട്യൂമേഴ്സ്, ആക്സസ് ഇമ്മ്യൂണോതെറാപ്യൂട്ടിക് ഏജൻസി. എക്സെപ്റ്റ് ആണ്. സോ ആൻസർ എന്ന ഓപ്ഷൻ ബി ആണ്, ദാറ്റ് ഈസ് പ്രിവെന്റ്സ് ബ്ലീഡിംഗ് ആണ്. 113ാമത്തെ ചോദ്യം, all of the following instructions related to investigation of a patient who has undergo bone densitometry are correct except. ഇവിടെയും എക്സെപ്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റുകൾ, ഓപ്ഷൻസ്, കാൽഷ്യം സപ്ലിമെന്റ് should be avoided 24 hours prior to the investigation. Patient must remain nil per hourly at least 12 hours before the investigation. Patient has to remove clothing, jewelry and other metallic objects when scanning is done. Patient to lie still with hips flexed for about 20 minutes during test. So ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ എക്സെപ്റ്റ് ആണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ പേഷ്യന്റ് മസ്റ്റ് റിമെയിൻ നിൽ പെർ hourly at least 12 hours before the investigation. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. Then
114ാമത്തെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് ദ പ്രീറീനൽ കോസ് ഓഫ് അക്യൂട്ട് കിഡ്നി ഇഞ്ചറി? പ്രീറീനൽ കോസ് ആണ് ഇമ്മ്യൂണോളജിക് പ്രോസസ്, ടോക്സിൻസ്, ഷോക്ക്, യൂറിനൽ സ്ട്രിക്ചേഴ്സ്. സോ പ്രീറീനൽ കോസിൽ വരുന്നത് ഷോക്ക് ആണ് വരുന്നത് കേട്ടോ. സോ ഓപ്ഷൻ സി ആണ് ആൻസർ. 115ാമത്തെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഫോർ പെയിൻ അസസ്മെന്റ് ഇൻ പേഷ്യൻസ് വിത്ത് ക്രോണിക് പെയിൻ? സോ നോർമൽ നിങ്ങൾക്ക് അറിയാം, ഇത് ഓൾറെഡി ആൻസർ നമ്മൾ പഠിച്ചിട്ടുള്ള വിഷ്വൽ അനലോഗ് സ്കെയില്. സോ പക്ഷേ ഇതിലും ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട് ഈ ക്വസ്റ്റ്യനകത്ത്. സോ ഓപ്ഷൻ, പക്ഷേ പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതൊക്കെ വിഷ്വൽ അനലോഗ് സ്കെയിൽ തന്നെയാണ് ആൻസർ വന്നിട്ടുള്ളത് കേട്ടോ. സോ ഓപ്ഷൻ സി ആണ് മോർ ആക്യുറേറ്റ് എന്ന് പറയുന്നത്. 116ാമത്തെ ചോദ്യം, ഓൾ ഓഫ് ദ ഫോളോയിങ് ആർ നോൺ സ്റ്റിറോയിഡൽ ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് എക്സെപ്റ്റ് NSAIDs എക്സെപ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ എക്സെപ്റ്റ് വരുമ്പോൾ ആൻസർ ഒന്നും അല്ല പ്യൂരിനോളാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. കാരണം അത് ഗൗട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്, ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ്. 117ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ജനറലൈസ്ഡ് ഡിസോർഡർ ഓഫ് കണക്റ്റീവ് ടിഷ്യൂ characterized by hardening and thickening of skin, blood vessels, skeletal muscles and internal organs? Systemic lupus erythematosus, then systemic sclerosis, gout, psoriasis. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ദാറ്റ് ഇസ് സിസ്റ്റമിക് സ്ക്ലീറോസിസ് ആണ് കേട്ടോ. 118ാമത്തെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ദ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ബ്രെയിൻ സെൽസ്? കമ്പ്യൂട്ടർ ടോമോഗ്രാഫി, ഇലക്ട്രോ ന്യൂറോഗ്രാഫി, ഇലക്ട്രോ എൻസെഫലോഗ്രാഫി, ഇലക്ട്രോ മയോഗ്രാഫി. സോ ഒരു ഡൗട്ട് വേണം, ഈജി ആണ്, ദാറ്റ് ഇസ് ഇലക്ട്രോ എൻസെഫലോഗ്രാഫി ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ. 119ാമത്തെ ചോദ്യം, all of the following are exclusion criteria for TPA, that is tissue plasminogen activator therapy, except so glucose level more than 4 milligram per deciliter, coagulopathy, history of major surgery in the past 2 weeks, option D ischemic stroke. So exclusion criteria except ആണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സോ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ദാറ്റ് ഈസ് ഇസ്കീമിക് സ്ട്രോക്ക് ആണ്. Then 120ാമത്തെ ചോദ്യം, which one of the following drugs stabilize the cardiac membrane in a patient with hyperkalemia? Hyperkalemia അവിടെ തന്നെ ഉണ്ട്. സോ ഓപ്ഷൻ എന്ന് പറയുന്നത് സോഡിയം ബൈകാർബണേറ്റ്, ഇൻസുലിൻ, കാൽഷ്യം ഗ്ലൂക്കണേറ്റ്, ഡിജോക്സിൻ. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ദാറ്റ് ഇസ് കാൽഷ്യം ഗ്ലൂക്കണേറ്റ് ആണ്. 121ാമത്തെ ചോദ്യം, all of the following are true about bundle except, ഇവിടെയും എക്സെപ്റ്റ് ആണ്. കെയർ ബണ്ടിൽ is a group of intervention related to a disease process or condition. Care bundles increases the possibility of long-term complication of a particular disease. Care bundle interventions when executed together result in better patient outcomes than when implemented individually. Care bundle ensures that the patient receives quality care and preventing most common complications associated with their diagnosis. Except ആണ് ക്വസ്റ്റ്യൻ. സോ അതുകൊണ്ട് തന്നെ ആൻസർ എന്ന ഓപ്ഷൻ ബി ആണ്, that is care bundles increases the possibility of long-term complication of a particular disease. Then 122ാമത്തെ ചോദ്യം, the type of exercise in which muscle contraction occurs without moving the joint is called. ഓൾറെഡി നമ്മൾ മസ്കുലോസ്കെലറ്റൽ സിസ്റ്റത്തിൽ പഠിച്ചതാണ്. ഐസോട്ടോണിക് എക്സർസൈസ്, ഐസോകൈനറ്റിക്, എയറോബിക് എക്സർസൈസ്, ഐസോമെട്രിക്. ലെങ്ത് വൈസ് ആണ്, ദാറ്റ് ഇസ് വരുന്ന ഐസോമെട്രിക് എക്സർസൈസ് ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരിക. Then 123ാമത്തെ ചോദ്യം, all of the following are the potential circulatory problems after surgery except ആണ് ഇവിടെ. thrombophlebitis, embolus, hemorrhage, tympanitis. സോ ആൻസർ എന്ന ഓപ്ഷൻ ഡി ആണ്, ദാറ്റ് ഇസ് tympanitis ആണ്, ദാറ്റ് ഇസ് എയർ ആണ് വരുന്നത്. എയർ ഇൻ ദ ഗ്യാസ്ട്രൈൻ സിസ്റ്റം വരുന്നത് കേട്ടോ. ടിംപാനിക് മെമ്പർ അല്ല, tympanitis ആണ്, അത് ശ്രദ്ധിച്ചോളാം. Then 124, in wound healing, the phase where fibroblasts migrate into the wound and begin to synthesize collagen is called inflammatory phase, maturation phase, proliferation phase, evisceration. So clear ആയിട്ട് നമ്മൾ wound healing സ്റ്റേജസ് ഒക്കെ പഠിച്ചവരാണ്. സോ ആൻസർ എന്ന ഓപ്ഷൻ സി ആണ്, ദാറ്റ് ഈസ് proliferation phase ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 125, all are the examination methods for assessment of eyes except. ഐസിന്റെ എക്സാമിനേഷൻ അല്ലാത്തത് എക്സെപ്റ്റ് ആണല്ലോ. സോ ടോണോമെട്രി, സ്ലിറ്റ് ലാമ്പ് ടെസ്റ്റ്, റിഫ്രാക്ഷൻ ടെസ്റ്റ്, റോംബർഗ് ടെസ്റ്റ്. സോ ഒരു ഡൗട്ട് വേണ്ട, റോംബർഗ് ടെസ്റ്റ് ആണ്. ദെൻ 126 ഓപ്ഷൻ ഡി ആണ്. സോ 126ാമത്തെ ചോദ്യം, എൽഡർലി പീപ്പിൾ ആർ മോർ പ്രോൺ ടു ഗെറ്റ് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ബിക്കോസ് ഓഫ് സ്റ്റേറ്റ്മെന്റുകൾ: ഡിക്ലൈൻ ഇൻ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി, ഡിക്ലൈൻ ഇൻ ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി, ഡിക്രീസ്ഡ് ഫോർമേഷൻ ഓഫ് സെക്രീറ്ററി IgA, ഫീവർ ഓർ ലെസ് ഫങ്ഷണൽ CLA. സെലക്ട് ദ കറക്റ്റ് ആൻസർ യൂസിംഗ് ദ കോഡ് ഗിവൺ ബിലോ. സോ ഇതിൽ 4 ആൻസർ ആയിട്ട് വരുന്നുണ്ട്. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ, ദാറ്റ് ഇസ് 1, 2, 3 and 4. Then 127ാമത്തെ ചോദ്യം, which of the following are the advantages of dry powdered inhalers over mitigated dose inhalers? സ്റ്റേറ്റ്മെന്റുകൾ: it requires less manual dexterity,
Then it does not require spacer. It is effectively in patients with low FeV1 that is less than 1 liter. There is no need to coordinate device puffs with the inhalation. Select the correct answer using the code given below. Correct answer ആണ് ചോദിച്ചിരിക്കുന്നത്. So answer എന്ന ഓപ്ഷൻ ഡി ആണ്. That is 2 and 3 ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. Then 128ാമത്തെ ചോദ്യം, അതിലും മാച്ച് ദ ഫോളോയിങ് ആണ്. ലിസ്റ്റ് 1 ലിസ്റ്റ് 2 കൊടുത്തിട്ടുണ്ട്. ലിസ്റ്റ് 1 ആന്റീരിയർ സെറിബ്രൽ, middle cerebral, posterior cerebral, vertebral, then list 2 aphasia, loss of proprioception and fine touch, dysarthria and dysphagia, and visual hallucination. So, ഏതാണ് മാച്ച് ആകുന്നത് എന്നുള്ളതാണ്. That is list 1 contains the name of the artery and the list 2 contains the manifestation of stroke related to artery involvement. So, answer എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. That is A3, B1, C4, D2. So option D ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. Then question number 129, that is Bell's palsy is an acute usually temporary condition resulting from the damage or trauma of which cranial nerve എന്നാണ് ക്വസ്റ്റ്യൻ. സോ ഒരു ഡൗട്ടും വേണ്ട, ഓപ്ഷൻസ് ആവശ്യമൊന്നുമില്ല. ക്രാനിയൽ നെർവ് 7 ആണ് അല്ലെ, ക്രാനിയൽ നെർവ് 7 ആണ്. Then 130ാമത്തെ ചോദ്യം, which one of the following markers begin to rise about 6 hours after myocardial infarction and peaks in 18 hours? So കാർഡിയാക് മാർക്കേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പഠിച്ചതാണ്. സോ അതിന്റെ ഡ്യൂറേഷനും പീക്ക് ആകുന്നതും നോർമൽ ആകുന്ന ടൈം ഒക്കെ പഠിച്ചവരാണ്. സോ ആൻസർ എന്ന ഓപ്ഷൻ എ ആണ്. ദാറ്റ് ഈസ് CKMB ആണ്. Then 131ാമത്തെ ചോദ്യം, എ nurse is assessing stoma before changing the colostomy bag. Which one of the following color of stoma indicates ischemia? ഇവിടെയും ഒരു കൺഫ്യൂസിങ് ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇസ്കീമിയും ഉണ്ട്, നെക്രോസിസും ഉണ്ട്. സോ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ഇസ്കീമിയ എന്ന് പറയുന്നത് ബ്ലഡിന്റെ അളവ് കുറയുന്നു, സർക്കുലേഷൻ കുറയുന്നു, ഓക്സിജൻ സപ്ലൈ കുറയുന്നു അല്ലെ. സോ ഇസ്കീമിയ സ്റ്റേജിലൂടെ കടന്നു പോയിട്ടാണ് ടിഷ്യൂ നെക്രോസിസ് ഉണ്ടാകുന്നത്. സോ നമുക്കറിയാം ബ്രൈറ്റ് റെഡ് മുതൽ ബ്ലാക്ക് വരെയാണ് ഈ കളർ ചേഞ്ച് ഉണ്ടാകുന്നത്. സോ ഇവിടെ രണ്ട് രീതിയിൽ ഈ ക്വസ്റ്റ്യൻ എടുക്കാം. സോ ESICയുടെ ഫൈനൽ ആൻസർ വന്നാൽ ഇവർ ഏതാണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നുള്ളൂ. ഇസ്കീമിയ ആണ് അവർ നോർമൽ സിംപ്ലി അവർ ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ സൈനോസിസ് അല്ലെങ്കിൽ പെയിൽ കളയുടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പെയിൽ കളർ സൈനോസ്ഡ് സ്റ്റേജ് ആണ്, അല്ലെങ്കിൽ അത് ബ്ലൂ കളർ ആയിരിക്കും. ദാറ്റ് ഈസ് ഡസ്കി ബ്ലൂ കളർ ആകാം. ഇനി അത് സൈനോസ്ഡ് ആയി, ഓക്സിജന്റെ അളവ് കുറഞ്ഞു, സൈനോസ്ഡ് ആയി അടുത്ത ടിഷ്യൂ നെക്രോസിസ് ആയി കഴിഞ്ഞാൽ നേരെ അടുത്ത കളർ ചേഞ്ചിലേക്ക് പോകും. ദാറ്റ് ഈസ് ബ്രൗൺ, ഫൈനൽ ഏറ്റവും അവസാനം ബ്ലാക്ക് കളറിലേക്ക് എത്തും. സോ ഇത് രണ്ട് രീതിയിൽ ക്വസ്റ്റ്യൻ എടുക്കാം. അപ്പൊ സൈനോസിസ് അല്ലെങ്കിൽ ഇസ്കീമിയ ആണെങ്കിൽ ഡസ്കി ബ്ലൂ ആണ് ആൻസർ ആയിട്ട് വരാൻ സാധ്യത കൂടുതൽ. ഇനി അവരെ ടിഷ്യൂ നെക്രോസ് ഉൾപ്പെടെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ബ്രൗൺ ബ്ലാക്ക് ചിലപ്പോൾ ആൻസർ ആയിട്ട് വന്നേക്കാം. സോ ഇതൊരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ ESICയുടെ ഫൈനൽ ആൻസർ കീ തന്നെ വന്നാലേ നമുക്കത് കൺഫേം ചെയ്യാൻ പറ്റും അവരെന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത്. എനിവേ നമ്മുടെ ഓപ്ഷൻ അനുസരിച്ച് ഡസ്കി ബ്ലൂ തന്നെയാണ്, ഇസ്കീമിയാണ് ഉദ്ദേശിച്ചെങ്കിൽ ആൻസർ ആയിട്ട് വരിക കേട്ടോ. So 132ാമത്തെ ചോദ്യം, a patient is diagnosed with acute pancreatitis. The laboratory test was performed. Which one of the following laboratory finding will show decrease in value? Blood glucose, serum amylase, serum lipase, serum calcium. ഏതാണ് കുറയുന്നത് ബ്ലഡ് വാല്യൂ? ദാറ്റ് ഈസ് സെറം കാൽഷ്യം ആണ്, സെറം കാൽഷ്യം. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ. Then 133ാമത്തെ ചോദ്യം, nursing care of the patient after thyroid surgery includes all of the following except ആണ് ക്വസ്റ്റ്യൻ. So monitoring calcium level, providing semi-follower's position, assessing patient's ability to speak, promoting intake of iodine rich food. So except ആണ് ആൻസർ. സോ അതുകൊണ്ട് ആൻസർ എന്ന ഓപ്ഷൻ ഡി ആണ്. ദാറ്റ് ഇസ് പ്രൊമോട്ടിംഗ് ഇൻടേക്ക് ഓഫ് iodine റിച്ച് ഫുഡ് ആണ്. 134ാമത്തെ ചോദ്യം, ദ പ്രീഡോമിനന്റ് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ഓഫ് അൾസറേറ്റീവ് കൊളൈറ്റിസ് ഇൻക്ലൂഡ്. നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചതാണ് അതിന്റെ ഫീച്ചേഴ്സ്. സോ ആൻസർ ഓപ്ഷൻ എ ആണ്. ഡയറിയ, പാസേജ് ഓഫ് മ്യൂക്കസ് ആൻഡ് പസ് ഇൻ സ്റ്റൂൾ, റെക്ടൽ ബ്ലീഡിംഗ് ആണ്. സോ ആൻസർ ഓപ്ഷൻ എ. Then 135ാമത്തെ ചോദ്യം, which one of the following is not a surgical therapy in case of Meniere's disease? Stepidotomy, labyrinthectomy, endolymphatic stent, vestibular nerve section. So answer എന്ന് പറയുന്നത് സ്റ്റെപ്പിഡോട്ടമി ആണ്. സോ അത് ഓട്ടോസ്ക്ലിയറോസിസിൽ വരുന്നതാണ്. സോ ആൻസർ എന്ന ഓപ്ഷൻ എ ആണ്. Then 136, for adults the ratio of chest compression to ventilation in case of single respiratory in CPR, cardiopulmonary resuscitation. സോ ഡൗട്ട് വേണ്ട, 30:2 ആണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. 137ാമത്തെ ചോദ്യം, wound caused by an injury with a blunt object leading to tearing of soft tissue. So blunt object എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഹാമർ പോലുള്ള സാധനം, അറ്റം പരന്നിരിക്കുന്ന സാധനങ്ങളാണ് ബ്ലണ്ട് എന്ന് പറയുന്നത്. സോ അതിന്റെ ഹിറ്റോ അല്ലെങ്കിൽ ഇഞ്ചുറി എന്തെങ്കിലും കൊണ്ടിട്ട്
അവിടെ സോഫ്റ്റ് ടിഷ്യൂന് ടിയറിങ് ഉണ്ടായാൽ ഏത് കണ്ടീഷനാണ്? ലാസറേഷൻ, അബ്രേഷൻ, പഞ്ചർ, ഇൻസിഷൻ. സോ ആൻസർ എന്ന് പറയുന്നത് ലാസറേഷൻ ആണ് ഏറ്റവും ആക്യുറേറ്റ്, കാരണം ടിയർ ഉണ്ടാകുന്നുണ്ട് അവിടെ. സോ ലാസറേഷൻ ആണ് ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. എങ്കിലും പലരും ഇങ്ങനെ കൺഫ്യൂഷൻ വരുന്നുണ്ട്, പലയിടത്തും ആൻസർ അബ്രേഷനും ഒക്കെ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. പക്ഷെ ആൻസർ മോർ ആക്യുറേറ്റ് ലാസറേഷൻ ആണ് കേട്ടോ. 138ാമത്തെ ചോദ്യം, ഇൻ നോർമൽ റേഞ്ച് ഓഫ് മോഷൻ മൂവ്മെന്റ് ഓഫ് എക്സ്ട്രിമിറ്റി അവേ ഫ്രം മിഡ് ലൈൻ ഓഫ് ദ ബോഡി. മിഡ് ലൈനിൽ നിന്ന് എവേ പോകുന്നത് ഒരു ഡൗട്ടും വേണ്ട, ദാറ്റ് ഇസ് അബ്ഡക്ഷൻ. നമ്മൾ മസ്കുലർ സ്കെലറ്റൽ സിസ്റ്റത്തിൽ ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടുണ്ട് അബ്ഡക്ഷൻ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 139ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബ്രീത്തിങ് പാറ്റേൺ ഇൻഡിക്കേറ്റ്സ് റിതം അബ്നോർമാലിറ്റി? റിതം അബ്നോർമൽ, ഡിസ്നിയ, ചെയിൻ സ്റ്റോക്ക് ബ്രീത്തിങ്, ബ്രാഡിപ്നിയ, ഹൈപ്പർവെന്റിലേഷൻ. ഒരു ഡൗട്ടും വേണ്ട, ഓപ്ഷൻ ബി ആണ്, ദാറ്റ് ഇസ് ചെയിൻ സ്റ്റോക്ക് റെസ്പിറേഷൻ അല്ലെങ്കിൽ ചെയിൻ സ്റ്റോക്ക് ബ്രീത്തിങ് ആണ് ആൻസർ. 140ാമത്തെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ലെവൽസ് ഓഫ് ഇൽനസ് പ്രിവെൻഷൻ ഇൻക്ലൂഡ്സ് ആക്ഷൻസ് ആൻഡ് മെഷേഴ്സ് ദാറ്റ് ഇൻഹിബിറ്റ് ദ എമർജൻസ് ഓഫ് റിസ്ക് ഫാക്ടർ? എമർജൻസ് ഓഫ് റിസ്ക് ഫാക്ടറിനെയും ഇൻഹിബിറ്റ് ചെയ്യുന്നത് മെഷറുകൾ ഏതാണെന്നുള്ളത്? ദാറ്റ് ഇസ് പ്രൈമോഡിയൽ പ്രിവെൻഷൻ ആണ്, ഒരു ഡൗട്ടും വേണ്ട, ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. 141ാമത്തെ ചോദ്യം, ട്രാൻസ്വേഴ്സ് ഡിപ്രഷൻ ഇൻ നെയിൽസ് ഇൻഡിക്കേറ്റിംഗ് ടെമ്പററി ഡിസ്റ്റർബൻസ് ഓഫ് നെയിൽ ഗ്രോത്ത് ആർ നോൺ ആസ്? ഇത് ഒരു ഡൗട്ടും വേണ്ട, കാരണം കേരള MSc നഴ്സിംഗ് എൻട്രൻസിന് ഓൾറെഡി വന്ന ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്, പിക്ചർ ഉൾപ്പെടെ പഠിച്ചതാണ്. ദാറ്റ് ഇസ് ബ്യൂസ് ലൈൻസ് ആണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 142ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ അഡ്വന്റേഷ്യസ് ബ്രെത്ത് സൗണ്ട് ഓൺ ഓസ്കൽറ്റേഷൻ? ഇത് നമ്മൾ ഫിസിക്കൽ എക്സാമിനേഷൻ റെസ്പിറേഷൻ അവിടെ പഠിച്ചപ്പോഴും പഠിച്ചു, അത് കഴിഞ്ഞ് നമ്മൾ റെസ്പിറേറ്ററി സിസ്റ്റത്തിലും പഠിച്ചതാണ്. ദാറ്റ് ഇസ് ക്രാക്കിൾസ്, റോങ്കൈ, വീസ്, പ്ലൂറൽ ഫ്രിക്ഷൻ. സെലക്ട് ദ കറക്റ്റ് ആൻസർ യൂസിംഗ് ദ കോഡ് ഗിവൻ ബിലോ. സോ ഇതെല്ലാം ആൻസർ ആയിട്ട് വരുന്നതാണ്. ദാറ്റ്സ് 1, 2, 3 ആൻഡ് 4, 4 വരുന്നുണ്ട്. 143ാമത്തെ ചോദ്യം, പ്രസൻസ് ആൻഡ് ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസംസ് വിത്തിൻ എ ഹോസ്റ്റ് ബട്ട് ടിഷ്യൂ ഇൻവേഷൻ ഓർ ഡാമേജ് ഈസ് നോൺ ആസ്? ഇതും ചില കൺഫ്യൂഷൻസ് ഉണ്ടായ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ എന്ന് പറയുന്നത് പക്ഷേ കോളനൈസേഷൻ ആണ് കേട്ടോ, കോളനൈസേഷൻ ആണ്. പ്രസൻസ് ആൻഡ് ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസം വിത്തിൻ എ ഹോസ്റ്റ് ആണ്. സോ കോളനൈസേഷൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സോ ഓപ്ഷൻ സി ആണ് കേട്ടോ. 144, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബയോമെഡിക്കൽ വേസ്റ്റ് ഷുഡ് ബി ഡിസ്കാർഡഡ് ഇൻ യെല്ലോ കളർ വേസ്റ്റ് ബിൻ? യെല്ലോ കളറിൽ ഹ്യൂമൻ അനാറ്റമിക്കൽ വേസ്റ്റ്, യൂറോ ബാഗ്, നീഡിൽസ്, സോയിൽഡ് പ്ലാസ്റ്റിക് കാസ്റ്റ്, ഗ്ലാസ് സ്ലൈഡ്സ്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെലക്ട് ദ കറക്റ്റ് ആൻസർ യൂസിംഗ് ദ കോഡ് ഗിവൻ ബിലോ. സോ ഇതിൽ വരുന്ന ഹ്യൂമൻ അനാറ്റമിക്കൽ വേസ്റ്റും സോയിൽഡ് പ്ലാസ്റ്റർ കാസ്റ്റുകളാണ്. ദാറ്റ് ഇസ് 194 ആണ് ആൻസർ. ദാറ്റ് ഇസ് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ദെൻ സ്ലീപ്പ് വാക്കിംഗ് ആൻഡ് എനൂറസിസ് ഒക്കെ ഇൻ വിച്ച് സ്റ്റേജ് ഓഫ് സ്ലീപ്പ് സൈക്കിൾ? ഒരു ഡൗട്ടും വേണ്ട, NREM സ്റ്റേജ് 4ലാണ്. പ്രീവിയസ് ഓൾറെഡി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ന്യൂറോ ട്രാൻസ്മിറ്റർ ഹാവ് ഇൻഹിബിറ്ററി എഫക്ട് ഓൺ പെയിൻ? ഇൻഹിബിറ്ററി എഫക്ട് ഓൺ പെയിൻ, ദാറ്റ് ഇസ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ദാറ്റ് ഇസ് എൻഡോർഫിൻസ് ആണ്. എൻഡോർഫിൻസ് ഇത് ഓൾറെഡി പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ ചോദിച്ചുള്ള ചോദ്യമാണ്, നമ്മുടെ പ്രാക്ടീസ് ക്വസ്റ്റ്യനിലുള്ള ക്വസ്റ്റ്യൻ ആണിത്. ദെൻ 147, ലോ ആർട്ടീരിയൽ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ ഇൻ ബ്ലഡ് ഈസ് ടേംഡ് ആസ്? ബ്ലഡിൽ ഓക്സിജൻ അളവ് കുറഞ്ഞാൽ ദാറ്റ് ഇസ് ഹൈപ്പോക്സീമിയ. ടിഷ്യൂസിലാണെങ്കിൽ ഹൈപ്പോക്സിയ. സോ ആൻസർ എന്ന ഓപ്ഷൻ എ ആണ്. Then question number 148. Which one among the following is a physiologically hypertonic solution? So first option then option A 3% sodium chloride, ഒരു ഡൗട്ടും വേണ്ട, that is hypertonic solution ആണ്. So option A ആണ് right answer. Then 149ാമത്തെ ചോദ്യം, flat and painless thickened portion of epidermis consisting of mass of horny keratotic cells formed by local pressure or friction found on palm or under surface of foot is called? Plantar warts, cones, athlete's foot, callus. ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ പഠിച്ചതാണ്, കാലസ് ആണ്. കാലസ്. 150ാമത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കോർ ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ് റിലേറ്റ്സ് ടു മോണിറ്ററിംഗ് ആൻഡ് കറക്റ്റിംഗ് മിസ്റ്റേക്സ് ഒക്കറിംഗ് ഇൻ പ്രോസസ് ഓഫ് ഇന്റർപ്രറ്റിംഗ്, അനലൈസിംഗ്, ഇൻഫറിംഗ്, ഇവാലുവേറ്റിംഗ് ഓർ എക്സ്പ്ലൈനിങ്? ഏതാണ് ആൻസർ? അനാലിസിസ്, ഇന്റർപ്രിറ്റേഷൻ, സെൽഫ് റെഗുലേഷൻ, എക്സ്പ്ലനേഷൻ. സോ ഒരു ഡൗട്ട് വേണ്ട, അനാലിസിസ് ആണ് ആൻസർ. സോ മാക്സിമം എറർ ഇല്ലാതെ ആൻസർ കീ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, എങ്കിലും 1-2 ക്വസ്റ്റ്യനുകൾ കൺഫ്യൂഷൻസ് ഉള്ളതുണ്ട്. അത് ESIസിലെ ഫൈനൽ ആൻസർ കീ വരുമ്പോൾ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. സോ ഓവറോൾ ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ ഇതൊരു ആവറേജ് എക്സാം മാത്രമായിട്ട് തന്നെയാണ് എല്ലാവരും കൺസിഡർ ചെയ്യുന്നത്. കാരണം നിങ്ങൾക്കറിയാം, ടൈം എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഫാക്ടർ തന്നെയാണ്. കാരണം ഓരോ ചോദ്യങ്ങളും അതിനകത്ത് തന്നെ 4 ചോദ്യങ്ങളോളം ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഒത്തിരി പേർക്ക് സമയം തന്നെ തികയാതെ വന്നു. പിന്നെ വായിച്ച് തന്നെ തീരാൻ ഒത്തിരി ടൈം എടുക്കും. പിന്നെ നോർത്ത് ഇന്ത്യൻ എല്ലാ ഓൾ ഇന്ത്യ ലെവലിലൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോഴും ഒരു ആവറേജ് ലെവലിൽ മാത്രമാണ് ഇതിന്റെ റിവ്യൂ വരുന്നത്.
സോ അത്യാവശ്യം നന്നായിട്ട് എഴുതിയവർക്ക് ഒത്തിരി പ്രതീക്ഷ വെക്കാവുന്ന ഒരു എക്സാം തന്നെയാണ്, ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. സോ എക്സാം ടഫ് ആവുന്നത് തോറും നമുക്ക് നല്ലതാണ് ശരിക്കും പറയാൻ, എപ്പോഴും പറയുന്നതാണ്. എക്സാം അത്യാവശ്യം പ്രിപ്പയർ ചെയ്യുന്നവരെ സംബന്ധിച്ച് എക്സാം ടഫ് ആവുന്നത് തന്നെയാണ് നല്ലത്. സോ അത്യാവശ്യം നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് എഴുതിയവർക്ക് ഒത്തിരി പ്രതീക്ഷയോടെ കാത്തിരിക്കാം. സോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.